ചേട്ടനും അനിയത്തിയും കൂടി മുറിക്കുള്ളിൽ കളിക്കുകയായിരുന്നു. അവരുടെ കളി അവസാനിച്ചത് ഒരു വഴക്കിലാണ്. ചേട്ടൻ അനിയത്തിയെ മുറിയിലിട്ട് പൂട്ടി പുറത്തേക്ക് ഓടിപ്പോയി. സ്കൂൾ അവധി സമയം ആയിരുന്നതുകൊണ്ട് അവൻ കൂട്ടുകാരോടൊത്ത് പാടത്തും പറമ്പിലും കറങ്ങി നടന്നു. അനിയത്തിയെ മുറിയിൽ പൂട്ടിയിട്ട കാര്യം തന്നെ അവൻ മറന്നുപോയിരുന്നു. അപ്പനും അമ്മയും ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം എന്ന് ഓർത്തപ്പോഴാണ് അനിയത്തിയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്ന് അവൻ ഓർത്തത്. അവൻ കളി നിർത്തി വേഗത്തിൽ വീട്ടിലേക്ക് ഓടി. ശരവേഗത്തിൽ ഓടി എന്ന് പറയുന്നതാകും ശരി. അവളെ എങ്ങനെയും സോപ്പിട്ട് വശത്താക്കണം, അല്ലെങ്കിൽ അപ്പൻ്റെ കയ്യിൽ നിന്ന് അടി ഉറപ്പാണ്. വീടിനടുത്ത് എത്തിയപ്പോൾ മുറ്റത്തെ ഒരു ആൾക്കൂട്ടം. അവളെ പൂട്ടിയിട്ട മുറിയിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ വിഷമിച്ച് ഒടുവിൽ മുറിയുടെ ജനാലയിൽ പിടിച്ചു കയറി വീടിൻ്റെ ഓടിളക്കുവാൻ ശ്രമിക്കുമ്പോൾ മുറിക്കുള്ളിൽ വീണു. അവളുടെ നിലവിളി കേട്ട് അയൽപക്കക്കാർ ഓടിക്കൂടി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവൻ കാണുന്നത്. ചില മണിക്കൂറുകൾ കഴിഞ്ഞു കാണും. ഒരു ആംബുലൻസ് ആ വീട്ടുമുറ്റത്തേക്ക് എത്തി. അതിൽ അനിയത്തിയുടെ ചേതനയറ്റ ശരീരം. അതുകൊണ്ട് അവൻ ബോധമറ്റ് നിലത്ത് വീണു. ഓരോ പ്രവൃത്തിക്കും ഒരു ഫലം ഉറപ്പാണ്. അറിവില്ലായ്മയും അവിവേകവും ഒരു കാരണമല്ല. ഓരോ പാപപ്രവർത്തിക്കും ഒരു ശിക്ഷ ഉറപ്പാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം എന്നല്ലേ. ഈ നോമ്പുകൾ ഇന്നേ വരെയുള്ള നമ്മുടെ വീഴ്ചകളുടെ മാപ്പ് അപേക്ഷയാവട്ടെ.